ഇതുപോലത്തെ ഒരു ബട്ടൺ വെച്ചിട്ടുള്ള ഒരു അടിപൊളി ഐഡിയ ആണ് കാണിക്കാൻ പോകുന്നത് കേട്ടോ. ഇപ്പൊ മിക്കവരുടെയും വീട്ടില് ഇതുപോലത്തെ ഷോ ബട്ടൺ ഒക്കെ ഉണ്ടാവും അല്ലെ. നമ്മുടെ പഴയ ചുരിദാറൊക്കെ ചീത്താവുമ്പോൾ നമ്മൾ ചുരിദാർ കളയും, പക്ഷെ ഇങ്ങനത്തെ ബട്ടണൊക്കെ നമ്മൾ എടുത്തു വെക്കും അല്ലെ. അപ്പൊ ഇന്ന് ഇത് കൊണ്ടിട്ട് ചെയ്യാൻ പോകുന്ന ഐഡിയ എന്താന്ന് കാണിച്ചു തരാം. 2 കഷ്ണം കോട്ടന്റെ തുണി എടുത്തിട്ടുണ്ട്. ചെറിയ കഷ്ണമാണ് നമുക്ക് വേണ്ട കേട്ടോ. ഇതുപോലെ ഇങ്ങനെ ഒന്ന് മടക്കി ഇങ്ങനെ അങ്ങോട്ട് എടുത്തു കൊടുക്കുക. ഈ 2 കഷ്ണവും ഇങ്ങനെ അങ്ങോട്ട് നമുക്ക് മീതയായിട്ട് വെച്ചു കൊടുക്കാം കേട്ടോ. അപ്പൊ നമ്മൾ ഇന്ന് ഈ ഒരു ബട്ടൺ മാസ്കിലാണ് ഒന്ന് വെച്ചെടുക്കാൻ പോകുന്നത് കേട്ടോ. ഇപ്പൊ എല്ലാവരുടെയും കയ്യില് ഇതുപോലത്തെ മാസ്ക് ആയിരിക്കും ഉണ്ടാവുക അല്ലെ. മിക്കവരുടെയും കയ്യിലുണ്ടാവും. ഇതുപോലത്തെ ഒരു മാസ്ക് ഇല്ലാത്ത ആൾക്കാരേ ഉണ്ടാവത്തില്ല. അപ്പൊ നമുക്ക് ഈ ഒരു മാസ്ക് ഈ ഒരു തുണിയുടെ മീതേക്ക് ഇങ്ങനെ അങ്ങ് വെച്ചു കൊടുക്കാം. ഇവിടെ ഒരു 1/2 ഇഞ്ച് ഡിസ്റ്റൻസ് ഇങ്ങനെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ മുകളിലും വേണം താഴെയും വേണം. കുറച്ച് ഗ്യാപ്പ് നമുക്ക് ഇങ്ങനെ ഒന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കൊരു ചോക്ക് വെച്ചിട്ട് ഇവിടെ കുറച്ച് ഗ്യാപ്പ് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇവിടെയൊക്കെ ഇങ്ങനെ കുറച്ച് ഒരു 1/2 ഇഞ്ച് ഈ ഒരു മാസ്കിന്റെ ഈ ഒരു ഷേപ്പിൽ തന്നെ 1/2 ഇഞ്ച് വെച്ച് ഇങ്ങനെ അങ്ങ് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇവിടെയും ഇങ്ങനെ അങ്ങോട്ട് മാർക്ക് ചെയ്ത് നമ്മൾ ഒന്ന് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മാർക്ക് ചെയ്യേണ്ടത് ഇത് ഇലാസ്റ്റിക് വന്നിരിക്കുന്ന ഈ ഭാഗം കണ്ടോ, അത് ജസ്റ്റ് ഈ തുണിയിൽ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഈ 2 ഭാഗത്തും ഞാൻ ഇങ്ങനെ അങ്ങ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഈ ഒരു മാസ്ക് അങ്ങോട്ട് മാറ്റുക. നേരെ ഇതിന്റെ ഈ ഭാഗത്തും ചെറിയൊരു മാർക്കിങ്, നമ്മുടെ ആ ഇലാസ്റ്റിക് വരുന്ന ഭാഗമാണ്, അതൊന്ന് ഇപ്പുറ ഭാഗത്തൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ചെയ്യേണ്ടത് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ മാർക്ക് ചെയ്ത ഈ ഒരു മാർക്കിങ്ങിൽ കൂടെ തന്നെ ഇങ്ങനെ അങ്ങോട്ട് ഈ ഒരു തുണി കഷ്ണം ഒന്ന് കട്ട് ചെയ്ത് അങ്ങോട്ട് നിർത്താം. ഇങ്ങനെ ഒന്ന് തുണി ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഞാൻ ഈ ഒരു മാർക്കിംഗ് ഉണ്ടല്ലോ, ഇതിന്റെ ഈ ഒരു ഭാഗത്ത്, അതായത് ഇപ്പുറേ ഭാഗത്തൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുവാണ്. നമുക്കിവിടെ ഇലാസ്റ്റിക് വെക്കേണ്ടതുണ്ട്. അപ്പൊ നമുക്ക് ലാസ്റ്റ് അല്ലെങ്കിൽ നമുക്ക് എവിടെയാണ് വെക്കേണ്ടതെന്ന് ഒരു അറിവും ഉണ്ടാവത്തില്ല. അപ്പൊ ഇതങ്ങോട്ട് എല്ലാ ഭാഗത്തും ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഒരു കഷ്ണം ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഇങ്ങനെ അങ്ങോട്ട് നമ്മൾ ഓപ്പൺ ചെയ്തെടുത്തിട്ടുണ്ട്. ഇവിടെ മാർക്കിംഗ് ഉണ്ട്, അതുപോലെ ഇവിടെ മാർക്കിംഗ് ഉണ്ട്, ഇവിടെയുണ്ട് മാർക്കിംഗ്, ഇവിടെയുണ്ട് മാർക്കിംഗ്. സെയിം അതുപോലെ തന്നെ ഇപ്പുറത്തെ കഷ്ണം തുണിയിലും ഉണ്ടാവും 4 മാർക്കിംഗ്. ഇങ്ങനെ അങ്ങോട്ട് നമുക്ക് സാധാരണയായിട്ട് നമ്മൾ മാസ്കിന് വെക്കുന്ന ഇലാസ്റ്റിക് എടുക്കാം. ഇത്രയും വീതിയുള്ള 1/4 ഇഞ്ച് വീതിയുള്ള ഇലാസ്റ്റിക് ആയിരിക്കും ഉണ്ടാവുക. ഇതിന് നമുക്ക് 10 ഇഞ്ച് ലെങ്ത് ആണ് വേണ്ടത് കേട്ടോ. 10 ഇഞ്ച് ലെങ്ത്തില് ഞാൻ 2 കഷ്ണം ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് അങ്ങോട്ട് എടുക്കുവാണ്. ഈ ഒരു 2 കഷ്ണം ഇങ്ങനെ അങ്ങോട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതെങ്ങനെയാണ് വെക്കാന്ന് കാണിച്ചു തരാം. ആദ്യമേ ഒരു കഷ്ണം തുണി എടുക്കാം. അവിടെ ഇതിവിടെ ഫിക്സ് ചെയ്യാം, അതുപോലെ തന്നെ ഇതിവിടെ ഫിക്സ് ചെയ്യാം. ഒന്ന് കെട്ടിട്ട് നമുക്കിതൊന്ന് നിർത്താം. ഇങ്ങനെ ഒന്ന് ഞാൻ കെട്ടിട്ട് നിർത്തുവാണേ. നമ്മൾ ഒരു ഭാഗത്ത് ഇങ്ങനെ അങ്ങോട്ട് ഇലാസ്റ്റിക് വെച്ചെടുത്ത് ഈ ഭാഗത്തെ ഇലാസ്റ്റിക് വെക്കാൻ പോവാം കേട്ടോ. അതിന് മുന്നേ ഈ ഒരു ബട്ടൺ എടുക്കുക. ബട്ടണിന്റെ ഈ ഭാഗത്ത് ഇങ്ങനെ ചെറിയൊരു ഹോൾ ഉണ്ടാവും അല്ലെ. ഈ ഒരു ഹോളിൽ കൂടെ ഇലാസ്റ്റിക് ഒന്ന് കടത്തി നമുക്ക് കൊടുക്കാം. നമുക്ക് ഈ ഇലാസ്റ്റിക് ഈ ഗ്യാപ്പിലൂടെ ഒന്ന് കടത്തി കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു പിന്നോ ഇല്ലെങ്കിൽ ഒരു സൂചിയോ വെച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ട് ഒന്ന് കുത്തിയെടുക്കുവാണെങ്കിൽ ഇങ്ങനെ അങ്ങോട്ട് നമുക്ക് കിട്ടും കേട്ടോ. ഞാൻ ഇതിന്റെ അകത്ത് കൂടെ ഇങ്ങനെ അങ്ങോട്ട് ഇലാസ്റ്റിക് ഒന്ന് കടത്തി വെച്ചിട്ടുണ്ട്. എന്നിട്ട് വേണം ഇനി ഈ ഭാഗത്ത് ഇലാസ്റ്റിക് ഇങ്ങനെ ഒന്ന് ഫിക്സ് ചെയ്ത് നിർത്താനായിട്ട്. ഈ 2 അറ്റം നമുക്ക് ഇവിടെ ഇങ്ങനെ ബട്ടൺ വെച്ചിരിക്കുന്നത് കണ്ടോ, ഇലാസ്റ്റിക് ഇങ്ങനെ വളഞ്ഞ്, അതായത് ഇങ്ങനെ പിണഞ്ഞൊന്നും ഇരിക്കരുത്, കറക്റ്റ് ആയിട്ട് തന്നെ ഇങ്ങനെ അങ്ങോട്ട് വെച്ചിട്ട് വേണം നമുക്കിതൊന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട്. അതെ 2 ഭാഗത്തും നമ്മൾ ഇലാസ്റ്റിക് ഇങ്ങനെ അങ്ങോട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് തയ്ച്ചെടുക്കാം. ഇങ്ങനെ അങ്ങോട്ട് വെച്ച് കൊടുക്കുക. അതായത് ഈ 2 വശം ഇങ്ങനെ അങ്ങോട്ട് വെച്ച് കൊടുക്കുക. നമുക്ക് തയ്ക്കേണ്ടത് ഈ ഒരു ഭാഗമാണ് തയ്ച്ചെടുക്കേണ്ടത് കേട്ടോ. അപ്പൊ ഇലാസ്റ്റിക്കും ആ ബട്ടണൊക്കെ ഇതിന്റെ അകത്ത് അങ്ങ് ഇരിക്കട്ടെ. കുറച്ച് ഇങ്ങനെ അങ്ങോട്ട് നീക്കി വെച്ച് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു ഭാഗമാണ് നമുക്കൊന്ന് തയ്ച്ചെടുക്കേണ്ടത്. ഈ ഭാഗം ഇങ്ങനെ വെച്ചിട്ട് ഒരു 1/4 ഇഞ്ച് സ്റ്റിച്ച് വെച്ച് നമുക്ക് ഇവിടെ ഒന്ന് തയ്ച്ച് നിർത്താം. ഡബിൾ സ്റ്റിച്ചാണ് നമുക്ക് ഈ ഭാഗത്ത് ചെയ്ത് കൊടുക്കേണ്ടത്. ഇവിടെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തു. സെയിം അതേപോലെ തന്നെ ഈ ഒരു ഭാഗത്തും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. 2 പ്രാവശ്യം സ്റ്റിച്ച് ചെയ്യണം, ഇല്ലെങ്കിൽ ഈ പെട്ടെന്നെല്ലാം ഈ സ്റ്റിച്ചൊക്കെ ഒന്ന് വിട്ടുപോകും. ഇങ്ങനെ അങ്ങോട്ട് നമ്മൾ ഇതൊന്ന് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. സെയിം ഇതേപോലെ തന്നെ ഈ ഒരു തുണി കഷ്ണവും ചെയ്ത് കൊടുക്കാം. 2 ഭാഗത്തും നമ്മൾ ഇവിടെ ഇങ്ങനെ തയ്ച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് കൂട്ടിയെടുക്കാം കേട്ടോ. നല്ല വശം ഇങ്ങനെ വെക്കാം, ഇതിന്റെയും നല്ല വശം ഇങ്ങനെ അങ്ങോട്ട് വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഇങ്ങനെ ഒന്ന് കൂട്ടിയെടുക്കണം. അപ്പൊ തയ്ക്കുമ്പോൾ കുറച്ച് ഭാഗം നമുക്ക് ഇവിടെ ഇങ്ങനെ വിട്ടുകൊടുക്കാം. ഇതിൽ കൂടെയാണ് നമുക്ക് നല്ല വശം പുറത്തേക്കൊന്ന് എടുക്കേണ്ടത്.
ഇപ്പൊ നമ്മൾ ഇതുപോലെ ഒന്ന് റൗണ്ട് ചെയ്ത് തയ്ച്ചെടുത്തിട്ടുണ്ട്. ദാ ഇവിടെ നിന്ന് ഞാൻ സ്റ്റിച്ചിങ്ങിനെ സ്റ്റാർട്ട് ചെയ്ത് റൗണ്ട് ചെയ്ത് ദാ ഇവിടെ കൊണ്ടുവന്നിങ്ങനെ നിർത്തി. ഇത്രയും ഗ്യാപ്പ് ഒന്ന് വിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൽ കൂടെ നമുക്ക് ഇതിന്റെ നല്ല വശം ഒന്ന് പുറത്തേക്ക് എടുക്കാം. നല്ല വശം ഇങ്ങനെ ഒന്ന് നമ്മൾ പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ഇലാസ്റ്റിക് നമുക്ക് ഇങ്ങനെ അങ്ങോട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ ഒരു ഭാഗം മാത്രം നമുക്ക് ഉള്ളിലേക്ക് ഇങ്ങനെ അങ്ങോട്ട് വെച്ചിട്ട് ഒന്ന് ഫിനിഷ് ചെയ്ത് തയ്ച്ചെടുക്കാം. തയ്യൽ തുണി കണ്ടോ, ഇതിങ്ങനെ ഇങ്ങോട്ടേക്കും മടക്കാം, ഉള്ളിലേക്കും മടക്കാം. എന്നിട്ട് വേണം ഇവിടെ ഒന്ന് ഫിനിഷ് ചെയ്ത് ഇങ്ങനെ അങ്ങോട്ട് തയ്ച്ച് എടുക്കാനായിട്ട്. വേണമെങ്കിൽ ഫുള്ളായിട്ട് നമുക്ക് ഇങ്ങനെ അങ്ങോട്ട് റൗണ്ട് ചെയ്തൊന്ന് തയ്ച്ച് എടുക്കാം. നമ്മുടെ മാസ്കിന്റെ ഫുൾ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. സാധാരണ മാസ്ക് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ബട്ടൺ ഇങ്ങനെ വെക്കത്തില്ല അല്ലേ? ഇത് എന്തിനാണ് വെച്ചതെന്ന് ഞാൻ കാണിച്ചിട്ട് കേട്ടോ. അപ്പൊ നമ്മൾ ഈ മാസ്ക് വെക്കുമ്പോൾ ഈ ബട്ടന്റെ ബാക്കിൽ കൂടെ നമുക്ക് ഇലാസ്റ്റിക് ഇങ്ങനെ അങ്ങ് ഇട്ട് കൊടുക്കാം. അപ്പൊ അത് ഊരിയൊന്നും പോകത്തില്ല കേട്ടോ, സേഫ് ആയിട്ട് ഇങ്ങനെ അങ്ങോട്ട് ഇരിക്കും. ഊരി എടുക്കാനാണെങ്കിലും വളരെ ഈസിയാണ്. ഇലാസ്റ്റിക് ഇങ്ങനെ അങ്ങോട്ട് എടുക്കുമ്പോൾ നമുക്കിത് ഊരി കിട്ടുകയും ചെയ്യും. അപ്പൊ എല്ലാവരും ഈ ഒരു ട്രിക്ക്, ബട്ടണൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു ട്രിക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നിങ്ങളുടെ കയ്യിലുള്ള മാസ്കിൽ എങ്ങനെയാണ് ഈ ഒരു ട്രിക്ക് ചെയ്യാന്ന് കാണിച്ചു തരാം. നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മാസ്ക് ഇങ്ങനെ അങ്ങോട്ട് എടുക്കാം, ഒരു ഇലാസ്റ്റിക് ഇങ്ങനെ അങ്ങോട്ട് മാറ്റാം, മറ്റേ ഇലാസ്റ്റിക് എടുക്കാം കേട്ടോ. എന്നിട്ട് ഇപ്പൊ എല്ലാവരുടെയും കയ്യിൽ ഇതുപോലത്തെ ഷോ ബട്ടണൊക്കെ ഒന്നും ഉണ്ടാവത്തില്ലോ. തയ്ക്കുന്നവരുടെ കയ്യിലൊക്കെ എല്ലാവരുടെയും കയ്യിലുണ്ടാവും. പഴയ ചുരിദാറൊക്കെ ഉണ്ടെങ്കിൽ അതിലുണ്ടാവും, അതിലെടുക്കാം. ഇനി അതൊന്നുമില്ല, അങ്ങനെയാണെങ്കിൽ പഴയ ഒരു ഷർട്ട് എടുക്കുക. ഷർട്ടിലെ ബട്ടൺ ഇല്ലാത്ത വീടുണ്ടാവത്തില്ല അല്ലേ? അപ്പൊ ഈ ഒരു ബട്ടൺ എടുക്കുക. എന്നിട്ട് നമ്മൾ ഒരു സൂചി നൂലും ഒന്ന് കോർത്തെടുക്കാം. എന്നിട്ട് നമുക്ക് ചെയ്യേണ്ടത് ഒരു ഭാഗത്തെ ഇലാസ്റ്റിക്കിന്റെ സെന്ററിലായിരിക്കണം ഈ ഒരു ബട്ടൺ നമുക്ക് ഇങ്ങനെ അങ്ങോട്ട് തയ്ച്ച് വെച്ച് കൊടുക്കാം. ഇങ്ങനെ അങ്ങ് വെച്ചിട്ട് സൂചി നൂലിനും നമുക്കിതിന്റെ സെന്ററിൽ തന്നെ ഒന്ന് കോർത്ത് ഇങ്ങനെ അങ്ങോട്ട് എടുക്കാം. കോർക്കുമ്പോൾ ഇലാസ്റ്റിക്കിൽ കൂടെ വേണം ഇങ്ങനെ ഒന്ന് കോർത്ത് എടുക്കാനായിട്ട്. കണ്ടോ, മാസ്കിന്റെ ഈ ഒരു ഭാഗത്ത് നമ്മൾ ബട്ടൺ ഇങ്ങനെ ഒന്ന് തയ്ച്ച് നിർത്തിയിട്ടുണ്ട്. ഉള്ളിൽ കൂടെ ഇങ്ങനെ ഒന്ന് ഇലാസ്റ്റിക്കും കൂടെ തയ്ച്ച് ഒന്ന് കെട്ടിട്ട് കൊടുക്കാം കേട്ടോ, ഇല്ലെങ്കിൽ പെട്ടെന്ന് ഇത് പൊട്ടിപ്പോവും. ഇനി ഇത് എങ്ങനെയാണ് വെക്കുന്നത് കാണിച്ചു തരാം. അപ്പൊ ഞാൻ ഇന്ന് തയ്ച്ച ഈ മാസ്ക് കറക്റ്റ് ഈ ഒരു N95 മോഡൽ തന്നെയാണ് തയ്ച്ചു കൊടുത്തത്. അപ്പൊ നമുക്ക് ബ്രീത്തിങ് ഒക്കെ വളരെ ഈസി ആയിരിക്കും. ചില മാസ്ക് നമ്മൾ വെക്കുമ്പോൾ മൂക്ക് ഇങ്ങനെ പതിഞ്ഞ്, മൂക്കും വായൊക്കെ ഇങ്ങനെ പതിഞ്ഞിരിക്കുമ്പോൾ നമുക്ക് ശ്വാസമൊക്കെ എടുക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ ഇങ്ങനെ ഒരു പാറ്റേൺ ആണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ശ്വാസം കഴിക്കാനൊക്കെ വളരെ ഈസിയാണ്. കാര്യം ഇവിടെ ഇങ്ങനെ നമുക്ക് അത്യാവശ്യം തുണി ഇങ്ങനെ കൂടെ ഉണ്ടാവും. അപ്പോൾ നല്ലതുപോലെ നമുക്ക് ബ്രീത്ത് ചെയ്യാനായിട്ട് സാധിക്കും. എന്നിട്ട് വേണം ഈ ഒരു ട്രിക്ക് ചെയ്യാനായിട്ട്. ഈ ഒരു മാസ്കും ഞാനൊന്ന് വെച്ച് കാണിച്ചു തരാം എങ്ങനെയാണെന്ന്. ഇനി ഇത് കാതിലേക്ക് ഇടയിലേക്ക് വെക്കേണ്ട ആവശ്യമില്ല. നേരെ നമ്മളിത് ബാക്കിലേക്ക്, സാധാരണ നമ്മൾ കാതിന്റെ ഇടയിലേക്കാണല്ലോ ഇതിങ്ങനെ വെക്കാം, അതിന്റെ ആവശ്യമില്ല കേട്ടോ. ഞാൻ മാസ്ക് മുഖത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ നേരെ ഇലാസ്റ്റിക് ബാക്കിലേക്ക് കൊണ്ടുവരിക. എന്നിട്ട് ഈ ബട്ടന്റെ ഇടയിലേക്ക് ഇങ്ങനെ അങ്ങ് ഇട്ട് കൊടുക്കുക. നമ്മൾ ആദ്യമേ ചെയ്ത അതേപോലെ തന്നെ. ഇത് അഴിക്കാനാണെങ്കിലും സെയിം ഡേ ഇങ്ങനെ അങ്ങോട്ട് അഴിച്ചെടുക്കാം. എല്ലാവരും മാസ്കിൽ ഈ ഒരു ബട്ടന്റെ ഈ ഒരു ട്രിക്ക് ഒന്ന് ചെയ്തെടുക്കാം കേട്ടോ. നമുക്ക് പുതിയ തയ്ക്കുന്നതിലാണെങ്കിലും ചെയ്യാം. ഇനി വീട്ടിലുള്ള നമ്മൾ ഉപയോഗിക്കുന്ന മാസ്കിലാണെങ്കിലും ഷർട്ടിന്റെ ബട്ടൺ കൊണ്ട് ഇങ്ങനെ അങ്ങോട്ട് ചെയ്ത് എടുക്കാം.